ഹലോ, അപ്പൊ ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലെ സാധാരണക്കാരായ കുറച്ച് ആൾക്കാരുടെ അടുത്തോട്ടാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ ഞാൻ നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ പോകാനുള്ള ബസ് 806 എന്ന് പറഞ്ഞ ബസ്സിലാണ് എനിക്ക് പോകേണ്ടത്. അത് ഇനിയിപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് പോകാം. അടുത്ത പുറകിൽ വരുന്ന നമ്മുടെ ഹലോ ഇല്ല പുഷ് പുഷ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ ഇതിൽ കയറട്ടെ. ആളുണ്ടേലും ഇല്ലേലും ബസ് നിർത്തും കേട്ടോ. 806 ബസ്സിലാണ് ഞാൻ പോകുന്നത്. ചൈനീസ് നാഷണൽ ഡേ ഒക്ടോബർ 1 1 മുതൽ 7 വരെയുള്ള തീയതികളിൽ ചൈനയിലെ എല്ലായിടത്തും ഹോളിഡേയ്സ് ആണ്. ഈവൻ ബാങ്ക് വരെ ലീവാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ എല്ലാവരും അവര് ടൂർ പോവുകയും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവൺമെന്റ് ടോളുകളെല്ലാം ഫ്രീ ആണ്. അതുപോലെ തന്നെ ബസ്സും ഫുൾ ഫ്രീ ആണ്. 1 രൂപ പോലും ബസ്സിൽ കൊടുക്കണ്ട, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതാണ് ഒരു പോയിന്റ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ്സിൽ ഇച്ചിരി ചൂടുണ്ടെങ്കിൽ തന്നെ AC ഒക്കെ ഇടും കേട്ടോ. AC ഒക്കെ ഇട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇവിടുത്തെ ബസ്സിൽ കണ്ട ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ഡോറിൽ കൂടെയാണ് എല്ലാവരും കയറുന്നതും ബാക്കിലെ ഡോറിൽ കൂടെ എല്ലാവരും ഇറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ബസ്സിൽ തിക്കും തിരക്കും ഒരിക്കലും ഉണ്ടാവാറില്ല. ഇത് കണ്ടില്ലേ, ആ ചേട്ടൻ കയറിപ്പോയത് മുന്നിലൂടെ കയറിപ്പോയത് കണ്ടില്ലേ, ഇത് പുറകിലൂടെ എല്ലാവരും ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു തിരക്കും ഈ ബസ്സിലുണ്ടാവില്ല കേട്ടോ. കയറേണ്ടവരെല്ലാം കയറിപ്പോവും, ഇറങ്ങേണ്ടവരെല്ലാവരും ഇറങ്ങിപ്പോവും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ കണ്ടക്ടറോ കിളിയോ അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല. ഫ്രണ്ടിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു RMB നമ്മൾ അവിടെ ഒരു കോയിൻ ബോക്സ് ഉണ്ട്, അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബസ് തുടങ്ങുന്നിടത്ത് നിന്ന് എൻഡിങ്ങിൽ വരെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഞാൻ മിക്കവാറും എൻ്റെ യാത്രകളെല്ലാം ബസ്സിലായിരിക്കും. എനിക്ക് ബസ്സിൽ ഇതുപോലെ പോയിട്ട് ഇങ്ങനെ നമുക്ക് തന്നെയാണെങ്കിലും പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനും, ഓരോ ബസ്സും ഓരോ ഡയറക്ഷൻ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ ബസ്സിൽ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ സ്ഥലത്തൊക്കെ പോവാറുണ്ട് കേട്ടോ. എനിക്ക് കാറിനേക്കാളും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ചൈനയിലെ ബസ്സുകളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ചൈനയിലെ ബസ്സിലെ ഈ ഡ്രൈവർമാരൊക്കെ ഭയങ്കര നല്ല പെരുമാറ്റമാണ് നമ്മുടെ അടുത്ത്. നമ്മൾ ഫോറിനേഴ്സാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നമ്മുടെ അടുത്ത് മോശമായിട്ടൊന്നും പെരുമാറില്ല, നല്ല പെരുമാറ്റമാണ്. പിന്നെ ബസ്സിലെ ആൾക്കാർ കയറി അവർ ഇരുന്നതിന് ശേഷം മാത്രമേ ബസ് എടുക്കത്തുള്ളൂ. അതൊരിക്കൊരു നല്ല പോയിന്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സീബ്ര ക്രോസിലും നമ്മൾ റോഡിൽ കാല് വെച്ചില്ല, നമ്മൾ ആ സൈഡിൽ നിൽക്കുവാണെങ്കിൽ പോലും ഒരു ബസ്സുകളും എടുക്കത്തില്ല. ബസ്സുകാർ അവിടെ നിർത്തിയിട്ട് ബസ്സുകാരെ നമ്മളോട് പൊയ്ക്കൊള്ളാൻ പറയും. നമ്മൾ പോയതിന് ശേഷം മാത്രമേ ബസ് എടുക്കുള്ളൂ കേട്ടോ. ഒരു സീബ്ര ക്രോസിലും ഇന്ന് വരെ നമുക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോയി, അയ്യോ ഞാൻ റോഡിൽ ഇറങ്ങിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇദ്ദേഹം നിർത്തിയിട്ട് നമ്മളെ ആയിട്ട് പൊക്കോളാൻ പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. അത്ര ഇതാണ് ചൈനയിലെ ബസ് സർവീസ്. പിന്നെ ഇത് കണ്ടില്ലേ, എല്ലാ സ്റ്റോപ്പിലും അത് ആളുണ്ടോ ഇല്ലയോ അവര് അത് നിർത്തിയിരിക്കും. അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീഡിയയിൽ കാണുന്നതോ ചൈനയിൽ സ്വാതന്ത്ര്യമില്ല, ചൈനയെ കുറിച്ച് ഭയങ്കര മോശമായിട്ടാണ് എല്ലാ മീഡിയാസും എഴുതുന്നത്. ഇതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ശരിക്കും ഇവിടെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിൽ അനുഭവിക്കാൻ പറ്റാത്തത്ര സ്വാതന്ത്ര്യം നമ്മളിവിടെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചൈനയിൽ സ്വാതന്ത്ര്യമില്ല എന്ന് മറ്റുള്ളവർ പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ചൈനയിൽ സ്വാതന്ത്ര്യമില്ല, അവർ ആരുടെയോ അടിമകളാണെന്നാണ്. പക്ഷേ ഗവൺമെന്റ് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഇവര് ഒരിക്കലും ഒരു ഗവൺമെന്റിനെ കുറ്റം പറയാറില്ല.
ഇവിടെ എല്ലാവർക്കും ജോലിയുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ ഇന്ന് വരെ ഒരു ഗവൺമെന്റിനെയും കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മുടെ ഒരുപാട് ചൈനീസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവരാരും ഇന്ന് വരെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചൈനയിൽ ഞാൻ കണ്ട ചൈനയിൽ. ഞാൻ 1-2 വർഷമായിട്ട് ഞാൻ ചൈനയെ കണ്ട് പറയുന്ന ഒരാളല്ല. ഏകദേശം 10 വർഷത്തോളം ചൈനയിൽ ജീവിച്ചുകൊണ്ടാണ് ഞാൻ ചൈനയെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഇതുവരെ ചൈനയിൽ നിന്ന് ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് വരെ ഒരാളും ഒരു മോശമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടില്ല. ചൈനീസുകാർ നമുക്ക് തരുന്ന റെസ്പെക്റ്റ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഓരോരുത്തരെയും ഒരുപാട് റെസ്പെക്റ്റോടുകൂടിയാണ് ഇവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അത് ഞാൻ പല വീഡിയോയിലും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അവർ നമ്മളോട് പെരുമാറുന്ന രീതികളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവരെത്തരത്തിലാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ വെറുതെ ചുമ്മാ മീഡിയ പറയുന്നതൊന്നും അല്ല സത്യം. നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ചൈനയുടെ ഈ ഫ്ലാഗുകൾ നാഷണൽ ഡേ ആയതുകൊണ്ടാണ് കേട്ടോ റോഡിൻ്റെ ഇരുവശത്തും ഈ ഫ്ലാഗുകൾ വെച്ചിരിക്കുന്നത് കാണുന്നത്. നാഷണൽ ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു ഫ്ലാഗുകളോ ഉണ്ടാവത്തില്ല. വളരെ ഫ്രീ ആയിട്ടായിരിക്കും. ഒരു ഫ്ലാഗുകളോ ഒന്നും ചൈനയിൽ ഒരിടത്തും ഉണ്ടാവില്ല. ഇത് നാഷണൽ ഡേ കഴിയുന്നതോടുകൂടി അവരത് എടുത്തു മാറ്റും. പിന്നെ ഈ ബസ്സിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സൈഡിലെ റോഡുകളിലും സൈഡുകളിലും മരങ്ങളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇത് ശരിക്കും ടൗണൊന്നുമല്ല കേട്ടോ, ഒരു സാധാരണ പ്രദേശമാണ്. ഇതുപോലെയാണ് ചൈനയുടെ എല്ലാ ഭാഗങ്ങളും. ഞാൻ ഒരുപാട് പ്രൊവിൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട പ്രൊവിൻസ് എല്ലാം നല്ല ചൈനയുടെ ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നീറ്റ്നെസ് ആണ്. ആ രാജ്യത്തെ എത്ര വൃത്തിയോടുകൂടിയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രത്തോളം വൃത്തിയുടെ കാര്യത്തിൽ ഇവരുടെ രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നിറങ്ങി റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പോകുന്ന വഴികൾ. ബസ്സിൽ നിന്നിറങ്ങിയിട്ട് കുറച്ച് ദൂരം 2-3 മിനിറ്റ് നടക്കാനുണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ വീട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന വഴികൾ നിങ്ങൾ നോക്കിക്കേ, എല്ലാ സൈഡിലും ഇത് അന്ധന്മാർക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ നടക്കുവാണെങ്കിൽ ശരിക്കും മൊബൈലൊക്കെ നോക്കി സുഖമായിട്ട് നടക്കാം. പിന്നെ ഇവിടെയും ഇരു സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റോഡുകളിലെല്ലാം റോഡ് സൈഡിലൊക്കെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ. ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്ന മാത്രമല്ല, അതെല്ലാം അവർ ഗവൺമെൻറ് ഇത് ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, പൊതുജനങ്ങൾ അവരത് അതുപോലെ തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതും ഒരെടുത്ത് പറയേണ്ടതായ കാര്യമാണ്. ഗവൺമെൻറ് എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അവിടുത്തെ ജനങ്ങൾ അതെല്ലാം അതുപോലെ തന്നെ സംരക്ഷിക്കുകയും വേണ്ടേ. അതും ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം കേട്ടോ. അതാ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പം ഞാനിവിടെ സിഗ്നലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തു വലിയ റോഡാണെന്ന് നോക്കിക്ക്. ആ കാണുന്ന ഒരു സ്റ്റേഡിയമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.